ഡ്രൈവർ കുറച്ച് പെട്ടെന്ന് പോ പ്ലീസ്. സർ, സാറിന്റെ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ ചെയ്ത് ത്രിവിക്രമൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ഒന്ന് ചോദിക്കൂ സർ പ്ലീസ്. ഹലോ. എടാ വിശ്വനാഥ, നീ എവിടെയാ ഉള്ളേ? വരിക വരിക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വരാനായില്ല നിനക്ക്. അത് വന്നോണ്ടിരിക്കുക. എനിക്ക് കറക്റ്റ് സ്ഥലം എവിടാന്ന് ഓർമ്മ കിട്ടുന്നില്ല. അത് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞുതരൂ. അതെ, മാമംഗലത്തെ ആ കാടില്ലേ, അവിടേക്ക് വന്നാൽ മതി. എല്ലാ കാര്യങ്ങളും വെടിപ്പാട്ടി ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു പാർട്ടി കൊടുക്കുന്നുണ്ട് നാഗറാണിക്ക്. പെട്ടെന്ന് കൂട്ടി വാ. ആ ശരി 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 ശരി. ആ മനസ്സിലായി മനസ്സിലായി. ദേ വരുന്നു. ത്രിവിക്രമൻ എങ്ങനെയുണ്ട് സർ? അതെ, ത്രിവിക്രമൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. അവനല്ല, അവൾക്ക്. ഓ ഓ ഓ ഓ, ത്രിവിക്രമന് ഒരു ആക്സിഡന്റ് കാരണം ഇത്രയൊക്കെ പറ്റിയോ? ശരി ശരി ശരി, ഞങ്ങൾ വന്നോണ്ടിരിക്കുക. ഓ ഓക്കെ എന്നാ. സർ എന്താ അവര് പറഞ്ഞേ? പറ. അത് നല്ല പരുക്ക് പറ്റിയെന്നാ പറഞ്ഞ്. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഡോണ്ട് വറി. ഓക്കെ, വേഗം. എടാ വിശ്വനാഥൻ നാഗറാണിയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടാ. ഞാൻ നോക്കി. ഇന്നെന്തായാലും ആ നാഗറാണി നമ്മുടെ വലയിൽ വീണിരിക്കും. വളരെ സൂക്ഷിച്ചു വേണം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ പ്ലാൻ എല്ലാം ഫെയിലായ ഒന്ന് വെറുതെ ഇരിക്കടാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പ്രാവശ്യം നമ്മുടെ പ്ലാൻ സക്സസ് ആക്കാണ്ട് നമ്മൾ വിടുവോ? നീ നോയിക്കോടാ. ആ നാഗറാണി നമ്മുടെ വലയിൽ എങ്ങനെയാ വീഴാൻ പോകുന്നതെന്ന്. ബാ, നമുക്ക് അങ്ങോട്ട് പോകാം. മാഡം വയറിന്. വരൂ. ത്രിവിക്രമന്റെ കാർ ഇവിടെയാണോ ആക്സിഡന്റ് ആയത്? അവനെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെയാണെങ്കിൽ കാറൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ആക്സിഡന്റ് ആയത് ഇവിടെയല്ല, ഇവിടുന്ന് കുറച്ചു ദൂരെയാണ്. അതെന്താന്ന് വെച്ചാ ഇവിടെ കാടല്ലേ, കാട്ടുവഴി കൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുമ്പോഴേക്കും സമയം ഒരുപാടാകും. ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട്. 5 മിനിറ്റ് മതി. വന്നേ. അല്ല, ആലോചിച്ചിരിക്കാനുള്ള സമയം എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പെട്ടെന്ന് അവന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വാ പ്ലീസ് പ്ലീസ് വാ. മാഡം, എക്സ്ക്യൂസ് മീ മാഡം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ സർ. ഞാൻ കണ്ട സ്വപ്നം കാരണം എല്ലാം തകിടം മറിഞ്ഞുപോയി. പക്ഷെ ബോസ് ശിവാനിയെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോ അങ്ങനെയൊന്നും സംഭവിക്കാനേ സാധ്യതയില്ല. ഞാൻ കണ്ട സ്വപ്നം ഒരിക്കലും സത്യമാവില്ല. ഹലോ മാഡം, എന്റെ ബോസ് ഒരു ഡ്രസ്സിന് ഓർഡർ ചെയ്തിരുന്നു. അതൊന്ന് റെഡിയായെന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. 2 minutes. ബോസ് ശിവാനിക്ക് എങ്ങനത്തെ ഡ്രസ്സായിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടാവുക? അവരുടെ ടേസ്റ്റ് ഒന്ന് നോക്കാലോ. പക്ഷെ ആരെയും കാണിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും എന്നോട് നോക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ആലൂപ് ഹോളിൽ എനിക്ക് നോക്കാലോ. സർ, ഈ ഡ്രസ്സോ? ഇതുപോലൊരു ഡ്രസ്സല്ല ഞാൻ സ്വപ്നത്തിൽ കണ്ടേ. അത് തന്നെ, സെയിം ഡ്രസ്സാ ശിവാനിയും ഞാൻ കണ്ട സ്വപ്നത്തിൽ ഇട്ടു വന്നത്. കൊച്ചു മുതലാളി ഈ ഡ്രസ്സാണ് ഓർഡർ ചെയ്തത്. അയ്യോ,
മാഡം കൊച്ചുമുതലാളി ഓർഡർ ചെയ്തത് ഈ ഡ്രസ്സല്ലാന്ന് തോന്നുന്നത്. നിങ്ങൾ ഇനി കൺഫ്യൂസ്ഡ് ആയിട്ട് മാറി തന്നാണോ? വാട്ട്? എനിക്ക് കൺഫ്യൂസ് ആയെന്നോ? കൺഫ്യൂസ് ആയത് നിങ്ങൾക്കാണ് സാർ. ത്രിവിക്രം സാർ ഈ ഡ്രസ്സ് തന്നെയാണ് ഡിസൈൻ ചെയ്യാൻ തന്നിരിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും. വരൂ, ഇത് ഞാൻ പാക്ക് ചെയ്ത് തരാം. ചാൻസേ ഇല്ലെന്നേ. ഹലോ സർ, ഞങ്ങളുടെ ഡിസൈനിങ് കമ്പനിയിൽ തന്ന ഓർഡർ മാറിപ്പോവാൻ യാതൊരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു സർ. ഇതെന്താ ഇങ്ങനെയൊക്കെ കാണുമ്പോ എന്റെ സ്വപ്നം ഇല്ല ഇല്ല. എന്റെ അവസ്ഥ മാഡത്തിന് മനസ്സിലാവില്ല. മാഡം, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതുപോലൊരു ഡ്രസ്സ് ഇനി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? മാക്സിമം 1 വീക്ക് ആവും സർ. തന്നേക്ക്. താങ്ക്സ്. ഈശ്വര, ഇതെന്തൊക്കെയാ? ഞാൻ എന്ത് സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നുവോ അത് തന്നെ സംഭവിക്കുന്ന സൂചനയാണല്ലോ ഇതൊക്കെ. എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് തീരുമാനിച്ചു തന്നെയാണോ നീ? എന്തിനാണ് ഈശ്വര ഇതൊക്കെ? ഇല്ല, ശിവാനിക്കൊന്നും സംഭവിക്കരുത്. ശിവാനി സന്തോഷമായിട്ടിരിക്കണം. അതിനെന്താ ചെയ്യാൻ പറ്റാന്ന് ഞാനൊന്ന് നോക്കട്ടെ. സർ, എന്താ അത്? എന്താ ഈ ശബ്ദം? നിർത്ത്. നീയോ? യെസ്, ഞാൻ തന്നെ. നിന്നെ ഞാൻ ഒരു കാരണവശാലും വിടാൻ പോകുന്നില്ല.
നെക്ലേസ് എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ഞാൻ എടുത്തോട്ടെ? ഇത് മാത്രമാക്കുന്ന എന്തിനാ? ഈ ഇരിക്കുന്ന എല്ലാം എടുത്തോ. ഐ ഡോണ്ട് മൈൻഡ്. ഗോവിന്ദ, ആർക്കൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോളാം. നാളെ എൻഗേജ്മെന്റിന്റെ സമയത്ത് എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് ആരും എന്നോട് പരാതി പറഞ്ഞേക്കരുത്. മോളെ, അതിലുള്ള എല്ലാം കൂടി നീ സെലക്ട് ചെയ്യല്ലേ? ശിവാനിക്ക് കൂടി ബാക്കി വെക്കും. ഇല്ല ഇല്ല ഇല്ല, ആദ്യം ശിവാനി വന്ന് സെലക്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് നോക്കാം. മുതലാളി, ഡോക്ടറെ വിളിക്കുന്നത്. ഹലോ സാമ്പ, എവിടെയാടാ നീ? ഞാൻ എവിടെയാണെന്നുള്ളതൊക്കെ പറയാം. ഇപ്പം നീ അർജന്റായിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വളരെ പെട്ടെന്ന് വാ. എടാ, എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരാന്ന് വെച്ചാ നീ കാര്യം എന്താ വെച്ചാ ഫോണിൽ പറ. നീ ഇനി ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ലടാ. എന്താണെന്ന് വെച്ചാ എൻഗേജ്മെന്റ് നടക്കില്ലല്ലോ. എന്താടാ നീ പറയുന്നേ? സോറി, എക്സ്ക്യൂസ് മീ. ഡാ സാമ്പ, നീ വെറുതെ പിച്ചം പോയി പറയരുത്. നീ ഇന്ന് ടാബ്ലറ്റ് കഴിച്ചില്ലേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. നിന്റെ മരുമകളാണ് നാഗറാണി എന്ന് പറഞ്ഞിട്ട് നീ വിശ്വസിച്ചില്ലല്ലോ. തെളിവ് സഹിതം പിടിച്ചിട്ടുണ്ട്. വാ, വന്നു നോക്ക്. ഡാ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ ഈ കാര്യത്തെക്കുറിച്ച് വേണ്ടാത്ത പറയരുതെന്ന്. വീണ്ടും അത് തന്നെ പറയണോ നീ? ഞാൻ വേണ്ടാത്തൊന്നും പറയുന്നില്ലല്ലോ. നിന്റെ മകൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ലേ ശിവാനി? അവൾ ഞങ്ങളുടെ കൂടെയുണ്ട്, അത് നാഗറാണിയെ. എടാ, ഞാനിപ്പോ അവളെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞതേ ഉള്ളൂ. അവൾ നിന്റെ വീട്ടിലേക്ക് വരാൻ ഒരു സാധ്യതയില്ല. അവൾ നിന്റെ വീട്ടിലേക്ക് വരാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വാട്ട്? ഇപ്പൊ അവൾ ഞങ്ങളുടെ കൂടെയുണ്ട്, നാഗറാണിയായിട്ട്. ഇപ്പോഴും നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? ഞാൻ നിന്റെ വാട്സാപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അത് നോക്ക്. അപ്പൊ നിനക്കെല്ലാം മനസ്സിലാവും. കണ്ടില്ലട നീ? ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. സത്യം എന്താണ് നിനക്ക് മനസ്സിലായില്ലേ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വരുന്നു. ഷോക്കായി പോയി നീ. ഞാൻ എങ്ങനെ പുനർജനിച്ചൊന്ന് ആലോചിക്കുകയാണോ നീ? ഏയ്, ഞാനതിന് മരിച്ചിട്ടില്ലല്ലോ. നിനക്കെടുക്കാൻ പാകത്തിന് എന്റെ ജീവൻ എന്നുള്ളത് ഒരു നീർക്കുമളിയല്ലല്ലോ. നീ എന്നെ തീർക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ ഞാനതൊക്കെ അതിജീവിച്ചു. എന്തെന്നറിയൂ? നിന്നെ കൊല്ലാൻ വേണ്ടി മാത്രമാ. ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നിന്നെ ഒരുപാട് കണ്ടതാ. നോക്ക്, 2 തവണ എനിക്ക് അവസരം ലഭിച്ചതാ. അന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ ഈ ഒരു അവസരം ലഭിക്കുന്നവരെ നീ ജീവിച്ചെന്ന് മാത്രം. നീയാണ് നാഗറാണി എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ഫ്രണ്ടിന് വിശ്വാസം വന്നില്ല. പക്ഷെ ഇപ്പോ തെളിവോടുകൂടി തന്നെ പിടിച്ചു കെട്ടിയില്ലേ? ഞങ്ങളുടെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. വന്ന് കഴിഞ്ഞാൽ നിന്റെ കഥ. ഏയ്, നീ എത്ര തന്നെ ശ്രമിച്ചാലും ഞങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ചുമ്മാ നീ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. അന്ന് ഇവനെ കൊല്ലാതിരുന്നത് തെറ്റായിപ്പോയെന്നാണോ നീ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അന്ന് നീ എന്നെ അവിടെ വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും ഞാൻ മരിക്കുമായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ തലയിൽ ഒരായുസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ നിന്റെ മരണം ഇന്നെന്തായാലും ഉറപ്പാ. എന്താന്ന് വെച്ചാൽ നിന്റെ തലയില് പകുതി ആയുസേ ഉള്ളൂ. എന്താ നീയൊക്കെ എന്നെ അങ്ങ് കൊല്ലാൻ പോവാണോ? കൈ കെട്ടിയിട്ടിട്ട് ചുമ്മാ അതങ്ങ് വീമ്പിളക്കണ്ട.
നിന്നെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏയ്! ഹേയ്! നന്ദീശ, നന്ദീശ, എന്തു പറ്റും മുതലാളി? അവള് നമ്മളെ ശരിക്കും പറ്റിക്കായിരുന്നു നന്ദീശ. മനസ്സിലായില്ല. ആരുടെ കാര്യം മുതലാളി പറയുന്നേ? ആരാണെങ്കിലും പറ മുതലാളി, ആരാ നമ്മളോട് ദ്രോഹം ചെയ്തത്? എല്ലാം പെർഫെക്റ്റ് അല്ലേ? ഒന്നും പെർഫെക്റ്റ് അല്ലടാ. നമ്മൾ ബന്ധുക്കളാക്കാൻ നോക്കിയത് മനുഷ്യരെ അല്ലടാ, നമ്മളെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്ന നാഗലോകത്തുള്ളവരെയാ. എന്റെ മകന്റെ ഭാര്യയാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ലേ ശിവാനി? അവള് സാധാരണ പെൺകുട്ടിയല്ല, നാഗലോകത്ത് നിന്ന് വന്ന ഇച്ഛാധാരി നാഗറാണിയാ. നീ ജീവിച്ചിരിക്കുന്നതും ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇതെല്ലാം ഞാൻ അറിഞ്ഞില്ലെന്നാണോ വിചാരിച്ചേ? എനിക്കെല്ലാം അറിയാമായിരുന്നു. അന്ന് ത്രിവിക്രമന്റെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ നാഗത്തിന്റെ പാട്ട് വെച്ച് എന്നെ പിടിക്കാനുള്ള ശ്രമം നടത്തിയില്ലേ? അതും എനിക്കറിയാമായിരുന്നു. അന്ന് ഞാൻ അവിടെ വെച്ച് നാഗമായി മാറിയതിന്റെ വീഡിയോ എടുത്തത് നീയല്ലേ? അത് കണ്ടിട്ട് നീ അവിടെ ബോധം കെട്ട് വീണു. നിന്റെ ആ ശ്രമവും വിജയിച്ചില്ല. അവിടെ ബോധം കെട്ട് വീണ നീ ഫാം ഹൗസിൽ എത്തിയത് എങ്ങനെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ തെളിവിനായിട്ട് വീഡിയോ എടുത്തു വെച്ചിരുന്ന ആ ഫോണില്ലേ, അതെവിടെ പോയെന്നറിയോ നിനക്ക്? അതെന്റെ കയ്യിലാണുള്ളത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ എന്തുകൊണ്ടാ നിന്നെ കൊല്ലാതെ വിട്ടതെന്നറിയോ നിനക്ക്? എനിക്ക് വേണ്ടത് നിന്നെ മാത്രമല്ലായിരുന്നു, നിന്റെ കൂടെ ഉള്ളത് ആരൊക്കെയാണ്, നാഗമാണിക്യം മോഷ്ടിച്ചത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതിനു വേണ്ടിയാ നിന്നെ കൊല്ലാതെ നിന്റെ ഓരോ ചലനങ്ങളും ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ആഗ്രഹിച്ചത് ഇതാ ഇപ്പൊ സാധ്യമായിരിക്കുന്നു. നിങ്ങളായിട്ട് തന്നെ എന്റെ മുന്നിലേക്ക് വന്നു. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ മരണത്തെ ക്ഷണിച്ചു വരുത്തി. 23 വർഷങ്ങളായി ഞാൻ ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. എന്റെ പ്രതികാരം തീർക്കാനുള്ള സമയമായിരിക്കുന്നു. നിന്റെ ഉറ്റ ചങ്ങാതിയും വരട്ടെ, എല്ലാവരെയും ഞാൻ ഒരുമിച്ചങ്ങ് ഇല്ലാതാക്കാം. ഒരുത്തനെയും ഞാൻ വിടില്ല. എന്തുവാടാ ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മൾ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടത് അത് അവസാനം നമുക്ക് തന്നെ വിനയായി തീരുവോ? ആരും ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവള് നമ്മളെ ഒന്നും ചെയ്യാനായി പോകുന്നില്ല. അന്നാ പാമ്പിനെ എങ്ങനെയാണോ കൊന്നത്, അതേപോലെ നിന്നെ ഞങ്ങൾ ഇന്ന് കൊല്ലും. അത് നിന്റെ തോന്നല് മാത്രം. നിന്റെ ഈ വെല്ലുവിളിയിലെ അഹങ്കാരമില്ലേ, അത് തന്നെയായിരിക്കും നിന്റെയൊക്കെ മരണത്തിന് കാരണം. സാംബശിവ, ഇവളൊരു ചകലം ഓവറാ. കൈയും കാലും കെട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്തൊരു അഹങ്കാരം ഇത്. ഇവളെ ഇപ്പൊ തന്നെ വേണ്ട വേണ്ട, അവൻ വരട്ടെ. അവന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവള് രൂപമാക്കണം, എന്നിട്ട് നമുക്ക് കൊല്ലാം. അതുവരെ നിനക്ക് ഞങ്ങളോടുള്ള ദേഷ്യമെല്ലാം തീർത്തു. ആ കാണിക്കേ. എന്താ മുതലാളി പറയുന്നത്? ആരാ ഇതൊക്കെ പറഞ്ഞത്? സാമ്പനിപ്പ എന്നെ വിളിച്ചത് ഈ കാര്യം പറയാൻ വേണ്ടിയാ. മുതലാളി എന്തേ പറയുന്നത്? സാംബശിവനാണ് വിളിച്ചു പറഞ്ഞതെങ്കിൽ അതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. അയാൾ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, വിട്ടുകളാ. അയാൾ വെറുതെ പറയുന്ന. അവനിത് വെറുതെ പറയുന്നതല്ല, തെളിവ് സഹിതമാണ് അവനിപ്പ എന്നെ വിളിച്ചത്. തെളിവോ? എന്ത് തെളിവ്? ഇതില് വീഡിയോ ഉണ്ട്. മുതലാളി, ഇതെന്തൊക്കെ കാണുന്നത്? നമ്മുടെ ഊഹങ്ങൾ ശരിയായിരുന്നു ദിശ. നമ്മുടെ വീട്ടിലേക്ക് വന്നതും വീടിന്റെ പരിസരങ്ങളിൽ പാമ്പുകളായി നമ്മൾ കണ്ടതും സിംഹമായി വന്നതും എല്ലാം ഇവള് തന്നെയാ. ഇവള് നമ്മുടെ കൂടെ തന്നെ നിന്നത് നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാൻ വേണ്ടിയാ.
അത്രയൊക്കെ ചെയ്തിട്ടും ഇവൾക്കെതിരായി നമ്മുടെ കയ്യിൽ ഒരു തെളിവ് പോലും ഇല്ല. കണ്ടോ, അവിടെയാണ് അവൾ ജയിച്ചത്. സാമ്പൻ ഇവള് നാഗറാണിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ല മുതലാളി, ഇതിപ്പോ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ നന്ദീശ? അവളെ ഒരു പാഠം പഠിപ്പിക്കണ്ടേ നമുക്ക്? ആർക്കാണ് വിഷം കൂടുതലെന്ന് നോക്കാം. അന്നേ കൊന്ന് ദൂരെ എറിയേണ്ടതായിരുന്നു. 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരെണ്ണത്തിനെ കൊല്ലാനേ നമുക്ക് കഴിഞ്ഞുള്ളൂ. ഇവളെയും കൂടെ തീർക്കേണ്ടതായിരുന്നു അന്ന്. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. മുതലാളി, എന്തായാലും എടുത്തിട്ടാടി ഒരു തീരുമാനം എടുക്കാതെ നല്ലപോലെ ആലോചിക്കാം നമുക്ക്. വേറൊന്നല്ല, നാഗരാണി നമ്മളെ ഉപദ്രവിച്ചില്ലല്ലോ. അതുകൊണ്ട് നമ്മള് അവളെ തിരിഞ്ഞു പോകേണ്ട കാര്യമുണ്ടോ? നന്ദീശ, ശത്രുക്കൾ ഒരിക്കലും നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല. നമ്മൾ അവരെ തേടി അങ്ങോട്ട് പോണം.